നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. തൃശൂരിൽ മനുഷ്യനിർമ്മിത വെള്ളപ്പൊക്കം. വമ്പ് പറഞ്ഞ തൃശൂർ കോർപ്പറേഷന്റെ കൊമ്പൊടിഞ്ഞു. മാലിന്യം നിറഞ്ഞ കാനകളെ മറികടന്ന് വെള്ളം നിരത്തുകളിലൂടെ ഒഴുകി. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഒറ്റ കനത്ത മഴയിൽ വെള്ളത്തിന്റെ അതിരൂക്ഷതയിലമർന്നു. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് വെള്ളം ഇരച്ചെത്തി. ആശുപത്രി പ്രവർത്തനം സ്തംഭിച്ചു. നഷ്ടം 4 കോടി രൂപയുടേതെന്ന് ആശുപത്രി മാനേജ്മെന്റ്. പ്രവർത്തനം സാധാരണ നിലയിലായതായും അധികൃതർ. മേയർ MK വർഗീസ് വിനോദസഞ്ചാരത്തിലെന്ന് പ്രതിപക്ഷം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് മേയറുടെ ഓഫീസ്. പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. കോൺഗ്രസ് കോർപ്പറേഷനിലേക്ക് കുളവാഴ മാർച്ച് നടത്തി. സമരത്തിനിടയിൽ പോലീസുമായി സംഘർഷം. BJP കൗൺസിലർമാർ മേയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം വെള്ളം കീഴടക്കി. കോർപ്പറേഷനെതിരെ വടിയെടുത്ത് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ. സെക്രട്ടറിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി. യുദ്ധകാലാടിസ്ഥാനത്തിൽ തോടുകളും കാനകളും വൃത്തിയാക്കാൻ നിർദ്ദേശം. 7 ദിവസത്തിനകം എല്ലാം ശരിയാക്കണമെന്ന് കളക്ടർ. നിർദ്ദേശം ഉൾക്കൊണ്ട് അടിയന്തര ഇടപെടലുമായി കോർപ്പറേഷൻ. ഉറക്കം തൂങ്ങൽ അവസാനിപ്പിച്ച് മാലിന്യം നീക്കുന്നതിന് തുടക്കം. ഒരു ശമനവുമില്ലാതെ സംസ്ഥാനത്ത് പെരുമഴ. 2 ദിവസം കൂടി മഴയോട് മഴ തന്നെ. തൃശൂരിൽ റെഡ് അലർട്ട്. ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനും വിലക്ക്. കേരളം ഒട്ടുക്ക് അധികം ലഭിച്ചത് 18% മഴ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരിയിൽ KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. 2 ബസ്സുകളും ഭാഗികമായി തകർന്നു. സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം. ഒഴിവായത് വൻ ദുരന്തം. ഭാരതപ്പുഴയിലെ ഉരുക്ക് തടയണയുടെ പാർശ്വഭിത്തി തകർന്നു. നീണ്ട ഇടവേളയ്ക്കു ശേഷം ഇരുകരയും തൊട്ട് കുത്തിയൊലിച്ച് നീള. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഒരുക്കിയത് നന്മയുടെ മഹനീയ കരം. സംഘടനാംഗത്തിന് സ്വപ്നഭവനമൊരുക്കി KSSPU. എരുമപ്പെട്ടി ചിറ്റണ്ട സ്വദേശിനിക്ക് ഇനി സ്നേഹത്തിന്റെ മേൽക്കൂരയ്ക്ക് താഴെ ഭയമില്ലാതെ അന്തിയുറങ്ങാം. താക്കോൽ ദാനം 25-ന് നടക്കും. ചിറ്റണ്ട മദ്രസ ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് N ശിവദാസൻ നായർ താക്കോൽ കൈമാറും. വീട് നിർമ്മിച്ചത് 7 ലക്ഷം രൂപ ചിലവഴിച്ച്. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ പത്മജ വേണുഗോപാൽ ഗവർണർ പദവിയിലേക്ക്. പത്മജ ഛത്തീസ്ഗഡ് ഗവർണറാകുമെന്ന് റിപ്പോർട്ട്. നിയമനം, തെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണലിന് ശേഷം തനിക്ക് വിവരം ലഭിച്ചിട്ടില്ലെന്ന് പത്മജ. BJP കൈവെടിയില്ലെന്നും പ്രതീക്ഷ. മോദി 3ാം തവണയും പ്രധാനമന്ത്രിയാകുമെന്നും വെളിപ്പെടുത്തൽ. വേലൂർ വെള്ളാറ്റന്നൂർ മേഖലയിൽ അജ്ഞാത ജീവിയുടെ വിഹാരം. ജനം വല്ലാത്ത ഭീതിയിൽ. വളർത്തുമൃഗങ്ങളെ തുടർച്ചയായി കൊന്നൊടുക്കുന്നു അജ്ഞാത ജീവി. കൊല്ലപ്പെടുന്ന മൃഗങ്ങൾക്ക് ചെവി നഷ്ടപ്പെടുന്നത് ആശങ്ക. എന്തുകൊണ്ടിങ്ങനെ എന്ന ചോദ്യം ഉയരുമ്പോൾ കൈമലർത്തുന്നു അധികൃതർ. വെള്ളാറ്റന്നൂരിൽ
5 മാസം പ്രായമുള്ള പശുക്കുട്ടിയെ കൊന്ന് അജ്ഞാത ജീവി. പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ എതിർപ്പിനെ മറികടന്ന് IT പാർക്കുകളിൽ മദ്യവിൽപ്പനയ്ക്ക് സർക്കാർ. നിയമസഭാ സമിതിയുടെ അംഗീകാരം. ഈ വർഷം തന്നെ മദ്യവിൽപ്പന ആരംഭിക്കും. IT പാർക്കുകളിൽ മദ്യശാല പ്രവർത്തിക്കുക കാലത്ത് 11 മുതൽ രാത്രി 11 വരെ. ലൈസൻസ് ഫീസ് 20 ലക്ഷം രൂപ. സർക്കാരിന്റെ പുതിയ മദ്യനയം ഉടൻ പ്രഖ്യാപിക്കും. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ വേണ്ടെന്ന് വെച്ചേക്കും. മഴ രൂക്ഷതയിൽ നാട് കൊള്ളയടിക്കാൻ മഴക്കാല കള്ളന്മാരും. മഴയുടെ മറവിൽ രാത്രികാലങ്ങളിൽ വിഹരിക്കുന്നു കൊള്ളസംഘം. പോലീസിന് തലവേദന, ജനങ്ങൾക്ക് ഭീതി. കൊടകര പുനിലർക്കാവ് ദേവീക്ഷേത്രത്തിൽ വൻമോഷണം. സ്വർണം പൂശിയ കോലങ്ങളും ആഭരണങ്ങളും കവർന്നു. ഭണ്ഡാരങ്ങളുടെ താഴ് തകർത്ത് പണം അപഹരിച്ചു. സംസ്ഥാനത്തെ പ്രധാന നിരത്തുകളിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ മന്ത്രി നേരിട്ടിറങ്ങുന്നു. വെള്ളിയാഴ്ച തൃശൂർ മുതൽ അരൂർ വരെ ഗതാഗത മന്ത്രിയുടെ പരിശോധനാ യാത്ര. ട്രാഫിക് സിഗ്നൽ കേന്ദ്രീകരിച്ച് പഠനം നടത്തുന്നതിന് തീരുമാനം. KB ഗണേഷ് കുമാർ യാത്ര ആരംഭിക്കുന്നത് ചാലക്കുടിയിൽ നിന്ന്.